ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. മക്കളെ, KTUവിലെ ഗ്രൂപ്പ് ബിയും ഗ്രൂപ്പ് സിയും സാർ ഞങ്ങൾക്ക് എന്താ മാത്സ് ഇല്ലെന്ന് ചോദിക്കുകയുണ്ടായി. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രധാനപ്പെട്ട ടോപ്പിക്സും ക്വസ്റ്റ്യൻസും ഉൾപ്പെടെ അടങ്ങുന്ന നമുക്ക് മൊഡ്യൂൾ വൈസ് ഡിസ്കസ് ചെയ്യാം. തീർച്ചയായിട്ടും ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം നമ്മുടെ ടെലിഗ്രാം, വാട്സാപ്പ് കമ്മ്യൂണിറ്റികളിൽ എന്തായാലും നിങ്ങൾ ജോയിൻ ചെയ്തിരിക്കണം. ഓക്കെ, അപ്പോൾ ഗ്രൂപ്പ് ബി ആൻഡ് സിയിൽ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് മൊഡ്യൂൾ 1 എത്ര മാർക്കിന് വരും? 15 മാർക്കിന് വരും. നമ്മൾ ഓൾറെഡി ഒരു ലൈവിൽ ഇത് ഡിസ്കസ് ചെയ്തതാണ്. ഫസ്റ്റ് ലീനിയർ സിസ്റ്റം ഓഫ് ഇക്വേഷൻ. ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 5 മാർക്ക് ഉറപ്പാണ്. ഇത് വെറുതെ പറയുന്നതല്ല. ഇത് എങ്ങനെ ചെയ്യണം എന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കണം. യൂസിങ് മെട്രിക്സ് മെത്തേഡാണ്. ഓക്കെ, ദെൻ ലീനിയർ ഇൻഡിപെൻഡൻസും റാങ്ക് ഓഫ് എ മെട്രിക്സ്. 3 മാർക്കിൻ്റെ ടോപ്പിക്കാണ്. നിങ്ങൾക്കൊരു മെട്രിക്സ് തരുന്നു, അതിൻ്റെ റാങ്ക് കണ്ടുപിടിക്കാൻ പറയുന്നു. വളരെ 3 സിമ്പിൾ സ്റ്റെപ്പിൽ നിങ്ങൾക്ക് അതിൻ്റെ സൊല്യൂഷൻ കിട്ടും. ദ സൊല്യൂഷൻ ഓഫ് ലീനിയർ സിസ്റ്റംസ്. ഈ ലീനിയർ സിസ്റ്റം ഓഫ് ഇക്വേഷൻ ഇത് കമ്പൈൻ ചെയ്തായിരിക്കും ഒരു ക്വസ്റ്റ്യൻ വരുന്നത്. ദെൻ മെട്രിക്സ് ഏജന്റ് വാല്യൂ പ്രോബ്ലം, ഡിറ്റർമിനിങ് ഏജന്റ് വാല്യൂസ് ആൻഡ് ഏജന്റ് വെക്ടേഴ്സ്, ദെൻ ഡയഗണലൈസേഷൻ ഓഫ് മെട്രിക്സ്. അപ്പോൾ ഇതിന് കറക്റ്റ് ഒരു സംഭവം ഞാൻ പറഞ്ഞാൽ, നിങ്ങൾ റാങ്ക് ഓഫ് എ മെട്രിക്സ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3 മാർക്ക് കിട്ടും. ഓക്കെ, ദെൻ നിങ്ങൾ സൊല്യൂഷൻ ഓഫ് ലീനിയർ സിസ്റ്റം പഠിച്ചു കഴിഞ്ഞാൽ, അത് മെട്രിക്സ് വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ 5 മാർക്ക് കിട്ടും. ഡയഗണലൈസേഷൻ പഠിച്ചു കഴിഞ്ഞാൽ 6 മാർക്ക് കിട്ടും. ഏജന്റ് വാല്യൂയും ഏജന്റ് വെക്ടേഴ്സും കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ 9 മാർക്ക് കിട്ടും. അപ്പോൾ ഇതിൽ ഏതൊക്കെ സ്കിപ്പ് ചെയ്യണമെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. അതായത് നിങ്ങൾക്ക് ആകെ പാർട്ട് എയിൽ വരുന്ന 2 ക്വസ്റ്റ്യനും പാർട്ട് ബിയിൽ വരുന്ന 2 ക്വസ്റ്റ്യനും ഈ 4 ടോപ്പിക്സിനെ ബേസ് ചെയ്തായിരിക്കും. ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഇത്. അപ്പോൾ നിങ്ങൾ ഇനി ഒന്നും പഠിച്ചില്ലെങ്കിൽ പോലും തീർച്ചയായിട്ടും ഈ 2 കാര്യങ്ങൾ പഠിച്ചാൽ പാർട്ട് ബിയിലെ ഒരു ക്വസ്റ്റ്യൻ 9 മാർക്കാണ്. ഈ 9 മാർക്ക് സിമ്പിളായിട്ട് നിങ്ങൾക്ക് കിട്ടും. ഏജന്റ് വാല്യൂസും ഏജന്റ് വെക്ടേഴ്സും ഡയഗണലൈസേഷനും പഠിച്ചു കഴിഞ്ഞാൽ പിന്നെന്താ ഉള്ളത്? പിന്നെ റാങ്ക് പഠിച്ചു കഴിഞ്ഞാൽ ഷുവർ 3 മാർക്ക്, 12 മാർക്ക് ഒറ്റയടിക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് കിട്ടും. ഇതെല്ലാം എന്താണ് മെത്തേഡ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഏത് പ്രോബ്ലം വന്നാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിന് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കിയാൽ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒരു മെട്രിക്സ് തന്നു, അതിൻ്റെ ഓർഡർ 3 ആണ്, 3/3 ആണ്. അത് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. ആ 3/3 മെട്രിക്സിൻ്റെ റാങ്ക് കണ്ടുപിടിക്കാനാണ്. ഓക്കെ, ഇത് ജസ്റ്റ് 5 മിനിറ്റിൽ ചെയ്യാൻ പറ്റുന്നൊരു സാധനമാണ് റാങ്ക് ഓഫ് എ മെട്രിക്സ്. നമ്മൾ കഴിഞ്ഞ ലൈവിൽ അത് ഡിസ്കസും ചെയ്തതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വീഡിയോസ് റെഫർ ചെയ്ത് മനസ്സിലാക്കാം. നമ്മുടെ നോട്ട്സ് ഉണ്ട്, മെത്തേഡ്സ് മനസ്സിലാക്കാം. അതെ, അടുത്ത നോക്കിയാൽ വേറൊരു മെട്രിക്സ് തന്നു, അതിൻ്റെ ഏജൻറ്റ് വാല്യൂസും അതിൻ്റെ കറസ്പോണ്ട് ആയിട്ടുള്ള ഏജൻറ്റ് മെട്രിക്സസും കണ്ടുപിടിക്കാനാണ്. ഇത് ഏജൻറ്റ് വെക്ടേഴ്സും കണ്ടുപിടിക്കാനാണ്. ഇതൊരു എക്സ്പാൻഡ് ക്വസ്റ്റ്യൻ അല്ല. ഇവിടെ ഒരു സൂചിപ്പിച്ചിട്ടുണ്ട് വിത്തൗട്ട് യൂസിങ് ഇറ്റ്സ് ക്യാരക്ടറിസ്റ്റിക്കേഷൻ ആണ്. കാരണം ഓൾറെഡി ഇതിൻ്റെ ഒരു ഏജൻറ്റ് വാല്യൂ തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് 3 മാർക്കിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ലീവ് ഇറ്റ്. ദെൻ പക്ഷേ ഇത് 5 മാർക്കിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ്. 3 ഇക്വേഷൻ തന്നിട്ടുണ്ട്, അത് സോൾവ് ചെയ്യണം. ഏത് മെത്തേഡ് ഉപയോഗിച്ച്? ഇത് മെട്രിക്സ് മെത്തേഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. ഇനി ഞാൻ പറഞ്ഞ പോലെ ഏജൻറ്റ് വാല്യൂയും ഏജൻറ്റ് വെക്ടേഴ്സും ഉണ്ട്. അവർ മെട്രിക്സ് തന്നു, എന്ത് കണ്ടുപിടിക്കണം? ഇതിൻ്റെ സ്റ്റെപ്പ് വളരെ സിമ്പിളാണ് മക്കളെ. ഇതെന്തായാലും നിങ്ങൾ പഠിച്ചിരിക്കണം. നിങ്ങൾക്ക് ഇത് എത്ര മാർക്കിനാണ് ചോദിച്ചതെന്ന് അറിയാം. ഇത് 6 മാർക്കിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഇത് അടുത്ത് നോക്കിയാൽ ഡയഗണലൈസേഷൻ, അതും ഒരു മെട്രിക്സ് തന്നിട്ടുണ്ട്. ഇത് ബാക്കി. അപ്പോൾ ഈ ഡയഗണലൈസേഷനും ഏജൻറ്റ് വാല്യൂവും പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് 10 മാർക്ക്, 9-10 മാർക്കോളം കിട്ടും. പിന്നെ റാങ്ക് പഠിച്ചു കഴിഞ്ഞാൽ 3 മാർക്ക് കിട്ടും. 12 മാർക്ക്, 15 മാർക്കിനാണ് ആകെ ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുന്നത്. സോ ഗൈസ്, മറ്റ് കൂടുതൽ PVQ ലെവൽ, സോൾവ്ഡ് ലെവൽ ക്വസ്റ്റ്യൻസും പ്രഡിക്ഷൻ ലെവൽ ക്വസ്റ്റ്യൻസുമായിട്ട് വരാൻ തൽക്കാലം നിർത്തുന്നു.